ഇന്ന് CPM-ൽ തിരുത്തലിന്റെ ദിവസമാണ്. പിണറായിയെ തിരുത്തുന്ന EP ജയരാജൻ. തിരുത്ത് നമ്പർ 1. ഇനിയുമുണ്ട് തിരുത്ത്. വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S. അയ്യരെ മാറ്റിയതിലും പ്രതിപക്ഷത്തിന് പരാതിയുണ്ടായിരുന്നു. G. കാർത്തികേയനെ പോലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മരുമകളെ രാഖി രാമായണം മാറ്റിയത് എന്തിനാണെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചത്. VD സതീശൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ ഒരു ഗുരു എന്ന് പറയുന്നത് G. കാർത്തികേയനാണ്, പരേതനായ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം വിതുമ്പി ആ കാർത്തികേയന്റെ മരുമകളെ ഈ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് രാഖി രാമായണം മാറ്റാൻ അദ്ദേഹത്തിന് തോന്നിയതെന്നുകൊണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഗവൺമെന്റ് ലീഡർമാരുടെ കാര്യം പറയാറില്ലേ? എത്രയോ ഇടതുപക്ഷക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇത്ര ധൃതിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. എന്നാൽ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് സ്വന്തം ഗുരുവിന്റെ മരുമകളെ രാഖി രാമായണം മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അത് MP. ഇനി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആകട്ടെ ഒരല്പം കൂടി കടന്ന് ദിവ്യയെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് പലതവണ പരിശ്രമിച്ചുവെന്നും അന്ന് ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി സമ്മതിച്ചില്ല എന്നുമാണ് KK രാഗേഷിന്റെ ആരോപണം. ഒരു ഫേസ്ബുക്ക് കുറിപ്പായാണ് KK രാഗേഷ് ഈ ആരോപണം ഉന്നയിച്ചത്. ജോൺ ബ്രിട്ടാസിനും KK രാഗേഷിനും മറുപടി നൽകുന്നത് മറ്റാരുമല്ല, മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് KK ശൈലജ ടീച്ചർ. അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദിവ്യ S. അയ്യരെ മാറ്റി പകരം അനുഭവ പരിജ്ഞാനം ഒട്ടുമില്ലാത്ത ഉദ്യോഗസ്ഥനെ നിയമിച്ചുവെന്നും KK രാഗേഷിന് പരാതി ഉണ്ടായിരുന്നു. എല്ലാ പരാതികൾക്കും ഒരൊറ്റ മറുപടി ടീച്ചർ വക. വിഷയമാക്കേണ്ട കാര്യമില്ല.